മോൻ ഇന്നലെ രാത്രി തുടങ്ങിയ വയറ്റുന്നൊഴിച്ചിലും ഛർദിയൊക്കെയാണ് കേട്ടോ. എന്താ പറ്റിയെന്നറിയില്ല, പെട്ടെന്നാണ് കേട്ടോ ഛർദിൽ വന്നത്. ഛർദിൽ വന്നു കഴിഞ്ഞപാട് വയറ്റുന്നൊഴിച്ചിലും വന്നു. രാത്രിയിൽ കുറച്ച് ഇഞ്ചിയും തേനും ഒക്കെ കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെയെങ്കിൽ വയറ്റിൽ വല്ല ഗ്യാസും കയറിയതാണെങ്കിൽ അത് പൊക്കോട്ടെ എന്നൊക്കെ ഓർത്തിട്ട്. രാവിലത്തെ ഛർദിലൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണേ. സാമ്പാറും ദോശയായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഇന്നലത്തെ കുറച്ച് ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. അത് ബാക്കി വന്നതും കൂടി എടുത്തേ. പിന്നെ ഒരു ഗ്ലാസ് ചായയും. കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ചായയും കുടിച്ചിട്ട് ബാക്കി കുറച്ച് പരിപാടികളുള്ളത് തീർത്ത് വെച്ചിട്ട് പോകാമെന്നാണ് കരുതുന്നത്. എന്തെന്ന് പറഞ്ഞാൽ മോൻ എണീറ്റ് കഴിഞ്ഞാൽ ഏതവസ്ഥയിലായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം ഈ പ്രായത്തിലുള്ള മക്കളുള്ള അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഈ സമയത്ത് റൈസ് കുക്കറിൽ വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ അരി തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതെടുത്ത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി വന്നാലും കുറച്ച് കഞ്ഞി ആയാലും മോന് കൊടുക്കാമല്ലോ. രാവിലെ കുറച്ച് സാമ്പാറും ദോശയൊക്കെ മോനും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ പാടെ ഛർദ്ദിച്ച് പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഉള്ളിൽ. മക്കൾക്ക് സുഖമില്ലാതായ അറിയാമല്ലോ എന്തായിരിക്കും ഏതായിരിക്കും. നമുക്കിനി തല പോകുന്ന കേസാണേലും നമുക്കൊരു സമാധാനം ഉണ്ടാവും. എനിക്കല്ലേ കുഴപ്പമില്ല എന്നുള്ളത്. മക്കൾക്കാവുമ്പോഴത്തേക്കും നമുക്കുള്ള ടെൻഷൻ അത് പറഞ്ഞറിയിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഞ്ഞിയെല്ലാം ഇറക്കി വെച്ച് ബാക്കി പരിപാടികളെല്ലാം തീർത്തിട്ട് ഞങ്ങൾ പോകാനിറങ്ങി താഴത്തേക്ക് നോക്കുമ്പം അവിടെ ജലനിധി പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പുകയേ പോവുകയാണ് കേട്ടോ. ഒരുമാതിരി അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവയൊക്കെ തിളച്ച് പോകുന്ന കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് കേട്ടോ ഇതും കണ്ടത്. അപ്പോൾ മോൻ വളരെ ഉഷ്ണിതനായി ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നേരെ നാരായണ ഡോക്ടറിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പോവുക. പരപ്പ നാരായണ ഡോക്ടറിൻ്റെ അടുത്ത്, കുട്ടികളുടെ ഡോക്ടറാണ് കേട്ടോ. മോളെ ഇതിനു മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ മോക്ക് ഇവിടുത്തെ മരുന്ന് പിടിക്കുന്നില്ലായിരുന്നു. എന്നാലും ഞാൻ മോനെയും കൊണ്ടുവന്ന് കാണിച്ചു. 2 തവണ കാണിച്ചപ്പോഴും മോന് നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മരുന്നുകളൊന്നും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നാരായണ ഡോക്ടർ. ഞങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് അവിടെ അടുത്തുള്ള മെഡിക്കലിൽ തന്നെ കയറിയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. വീട്ടിൽ വന്നതിന് ശേഷം ഞാനൊരു ബിരിയാണി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിക്കുകയാണ് കേട്ടോ. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നേ. മോന് വയറിന് വയ്യെങ്കിലും മോന് ഈ വക ചോറ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവനും കരഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അവനും വാരി കൊടുത്തു കേട്ടോ. നോർമൽ റൈസും കൊടുത്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.